ഒരു ദീനീ കാര്യം, ഒരു ഇബാദത്ത്, ഒരു പുണ്യകർമ്മം അത് സ്ഥിരപ്പെടണമെങ്കിൽ സ്വഹീഹായ ഹദീസ് കൊണ്ട് അത് സ്ഥിരപ്പെടണം. അങ്ങനെ സ്വഹീഹായ വല്ല ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ മാത്രമാണ് അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാൾക്ക് ആ നോമ്പെടുക്കാൻ പറ്റുള്ളൂ. എല്ലാ മാസവും 13, 14, 15 അയ്യാമുൽ ബീള്, അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ സ്ഥിരമായി നോമ്പെടുക്കുന്ന ഒരാള് ശഅബാനിലും 13, 14, 15 നോമ്പെടുക്കുമ്പോ അതിൽ ശഅബാൻ 15 വരും. അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ശഅബാൻ 15 പ്രത്യേകമായി ഒരു നോമ്പെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസും തെളിവായി വന്നിട്ട് സഹീഹായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തെളിവില്ലാത്ത ഒരു പുത്തനാചാരമാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇവർ ഉദ്ധരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ശഅബാൻ 15 രാവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യണം. ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇലാ സമാഇ ദുനിയ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം സൂര്യോ അസ്തമയം മുതൽ ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് പറയും, അലാമിൻ മുസ്തഗ്ഫിരിൻ ലീ ഫഅഗ്ഫിറ ലഹു. എന്നോട് പൊറുക്കലിനെ തേടുന്നവരുണ്ടോ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. അലാ മുസ്തർസിഖുൻ ഫഅർസുഖഹു. എന്നോട് ആരെങ്കിലും റിസ്ഖിനെ, ഉപജീവനത്തെ ചോദിക്കുന്നവരുണ്ടോ, അവർക്ക് ഞാൻ ഉപജീവനം നൽകും. അലാ മുബ്തലൻ ഫഉആഫിയഹു. പരീക്ഷിതനായ രോഗം പോലെയുള്ള ആപത്തുകൾ ബാധിച്ചിട്ടുണ്ടോ, അവർക്ക് ഞാൻ സൗഖ്യം നൽകും. അലാ കഥ ഹത്താ യത്ലുഅൽ ഫജ്ർ. ഇങ്ങനെയുണ്ടോ, ഇപ്രകാരമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നേരം പുലരും വരെ അങ്ങ് സംഗതികൾ തുടർന്നു പോകുമെന്ന് ഇബ്നു മാജ റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഇബ്നു മാജയുടെ അടിക്കുറിപ്പിൽ തന്നെ അത് ദുർബലമാണെന്ന് കാണാം. ഇത് യഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ചില ഗ്രന്ഥങ്ങളിലുണ്ട്. അന്ന് 15-ാം രാവിന് 100 റക്അത്ത് നിസ്കാരം, അല്ലെങ്കിൽ 10 റക്അത്ത്, അങ്ങനെയൊക്കെ യഹ്യായിലുണ്ട്. യഹ്യാ ഉലൂമുദ്ദീന്റെ പൊതുവായ സ്വഭാവം അനുസരിച്ച് സ്വഹീഹായ ഹദീസുകൾ മാത്രം ഉദ്ധരിക്കുന്ന ഒരു കിതാബല്ലാതെ എത്രയോ ദുർബലമായ ഹദീസുകളും മൗലൂആയ ഹദീസുകളും കള്ള ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഗ്രന്ഥമാണത്. അതുകൊണ്ട് തന്നെ ഇതിന് അടിക്കുറിപ്പ് എഴുതിയ ഹാഫിദ് അൽ ഇറാഖി ഈ പറഞ്ഞ ഈ വാചകത്തിന് അടിക്കുറിപ്പ് കൊടുത്തെന്താ, ഹദീസു സ്വലാത്ത് ലൈലത്തി നിസ്ഫി ശഅബാൻ ഹദീസുൻ ബാത്തിലുൻ. ശഅബാൻ 15 രാവിൽ നിസ്കരിക്കണമെന്ന് പറയുന്ന ഹദീസ് ബാത്തിലായ, അടിസ്ഥാനമില്ലാത്ത ഹദീസാണ്. റവാഹു ഇബ്നു മാജ മിൻ ഹദീസ് അലിയിൻ. അലി റളിയല്ലാഹുവിന്റെ ഹദീസായിക്കൊണ്ട് ഇബ്നു മാജ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാത്രി ആയിക്കഴിഞ്ഞാൽ ഫഖൂമു ലൈലഹ, അതിന്റെ രാത്രിയിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കുക. വസൂമു നഹാറഹ, അതിന്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുക. വഇസ്നാദുഹു ലഈഫുൻ, അതിന്റെ സനദ് ദുർബലമാകുന്നു. ഇത് ഹാഫിദ് അൽ ഇറാഖി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, സ്വഹീഹായ ഹദീസ് കൊണ്ടല്ലേ നമ്മൾ അമൽ ചെയ്യേണ്ടത്? സ്വഹീഹായ ഹദീസ് കൊണ്ടല്ലേ ഇത് സ്ഥിരപ്പെടുക? ലതായിഫുൽ മആരിഫിൽ ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞു, ഖാലൽ ബൂസീരി ഫി സവായിദ് ഇസ്നാദുഹു ലഈഫുൻ ലിളഅഫ് ഇബ്നു അബി സബ്ര. ഇബ്നു അബി സബ്ര എന്ന ദുർബലനായ റാവി ഉള്ളതിനാൽ ഇതിന്റെ പരമ്പര ദുർബലമാകുന്നു എന്ന് ബൂസീരി സവായിദിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഇബ്നു അബി സബ്രയെ പറ്റി അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഇബ്നു മഈനും പറഞ്ഞു, യളഉൽ ഹദീസ്, അദ്ദേഹം ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരാള് ഒരു സനദിൽ വന്നാൽ ആ സനദ് മൗലൂ ആയ, റസൂലുള്ളാഹിന്റെ മേൽ നിർമ്മിക്കപ്പെട്ട സനദോട് കൂടിയുള്ള ഹദീസാണ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ ഉദ്ധരിക്കാൻ പോലും പാടില്ലാത്ത, ഉദ്ധരിക്കൽ ഹറാമാണെന്ന ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള മൗലൂ ആയ ഹദീസിന്റെ ഹുക്മ് തഹറുമു റിവായത്തുഹു, അത് ഉദ്ധരിക്കൽ ഹറാമാണ്. എന്തിനു വേണ്ടിയല്ലാതെ, ഇങ്ങനൊരു കള്ള ഹദീസ് ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയല്ലാതെ ഉദ്ധരിക്കാൻ തന്നെ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെ നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേൽ കരുതിക്കൂട്ടിയൊരു കളവ് പറഞ്ഞാൽ, മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ, അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ. റസൂലുള്ളാഹിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് ഉറപ്പായിട്ടും അത് തെളിഞ്ഞിട്ടും പിന്നെയും അവിടെ സംസാരിക്കുന്ന, അത് തന്നെ സഹീഹാണെന്ന നിലക്ക് പരിചയപ്പെടുത്തുന്ന ആളുകൾ അവർ റസൂലുള്ളാഹിന്റെ പേരിൽ കരുതിക്കൂട്ടി കളവ് പറയുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അവർ അള്ളാഹുവിനെ പേടിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദ ബിദ്അതഹു. കണ്ടോ,
ഒരു ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്തിനെ പാടെ ഉപേക്ഷിക്കുന്നതുവരെ അള്ളാഹുവിന്റെ തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ ഹദീസിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ തരത്തിലുള്ള എന്തെങ്കിലും ബിദ്അത്തുകളിൽ അകപ്പെട്ടാൽ നമ്മുടെ അമലുകൾ തന്നെ നമ്മുടെ തൗബ തന്നെ സ്വീകരിക്കപ്പെടാതെ പോകും എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹീഹായ ഹദീസിൽ ശഅബാനിന് വന്നിട്ടുള്ള പ്രത്യേകതകൾ അത് നാം അംഗീകരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സുന്നത്ത് നോമ്പ് നോറ്റിരുന്ന മാസമാണ് ശഅബാൻ 15 എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നബിയെ മറ്റു മാസങ്ങളിലേക്കാൾ കൂടുതൽ താങ്കൾ ശഅബാനെ നോമ്പ് നോൽക്കുന്നതെന്ന് സഹാബികൾ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത്, റജബിന്റെയും റമളാന്റെയും ഇടയ്ക്ക് ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണത്. ദാക ശഹ്റുൻ തഗ്ഫുലുൻ നാസു ഫീഹി ബൈന റജബ വ റമളാൻ. മാത്രല്ല വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ. അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന പ്രത്യേകമായി ഒരു വർഷത്തിൽ പ്രത്യേകമായി ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. ഓഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിമുൻ. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിലുണ്ട്. അത് പ്രത്യേകം ആ പ്രത്യേകതയെ നമ്മൾ അംഗീകരിക്കുന്നു. അതേസമയം ശഅബാൻ 15 ഖുർആൻ അവതരിച്ച രാത്രിയാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ മുബാറക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ റമളാനിലാണ്. എന്നാൽ ലൈലത്തുൽ മുബാറകത്ത് എന്നത് ശഅബാൻ 15 അന്നാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന രീതിയിൽ വിശ്വസിക്കുന്ന, ഖുർആൻ ഇറങ്ങിയ രാത്രി അതിനെ പരിഗണിക്കുന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ബിദ്അത്തുകളെ പ്രചരിപ്പിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സൽബുദ്ധി തോന്നിക്കുകയും ശർഈയായ ഇൽമു കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.